വിലങ്ങാട് പുഴ അതിശക്തമായി ഒഴുകുകയാണ്. ഇന്ന് പക്ഷേ കുറച്ച് ആശ്വാസമുണ്ട് ഈ മേഖലയിൽ. ഇന്നലെ ഈ കൈവരിയിലൂടെ ആയിരുന്നു വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 2 മീറ്റർ വെള്ളം താഴ്ന്ന് ഒഴുകുന്നുണ്ട് ഇന്ന് എന്ന ആശ്വാസമാണിത്. നരിപ്പറ്റയെയും വിലങ്ങാടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലമാണിത്. ഈ പാലം ഒന്ന് മാറ്റി ഒരു നല്ല പാലം പണിത് തരണം, ഞങ്ങൾക്ക് ഈ മഴക്കാലത്തൊക്കെ വലിയ പ്രയാസമാണ് എന്ന് ആളുകൾ കുറേ കാലമായി പറയുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. എന്തായാലും ഇന്നലെ കുറച്ച് മോശമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. ഇന്നലെ കട തുറന്നിനോ? ഇന്നലെ തുറന്നു. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങള് ഇതെല്ലാം സാധനമൊക്കെ ഫ്രീസറൊക്കെ എടുത്ത് മാറ്റി. ഇവിടം വരെ വെള്ളമായിരുന്നു. ഈ കടേന്റെ താഴെ ആ ഇതിന്റെ വരെ ഭയങ്കര വെള്ളമായിരുന്നു. അപ്പൊ അക്കരെ നല്ല ഒഴുക്കാണ്. വണ്ടിക്ക് അക്കരയ്ക്ക് പോകത്തില്ല. അങ്ങനെ ഇതായി നിന്ന് കൂടി നിന്നത്. പിന്നെ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇന്ന് രാവിലെ കുറഞ്ഞുകൊണ്ട് കടയിലെ ഫ്രീസറൊന്നും കൊണ്ടേ വെച്ചില്ല. ഞങ്ങളെല്ലാം ഒഴുകി പോകുന്നോർത്ത് വലിയ വെള്ളം വന്നാൽ അതുകൊണ്ട് മാറ്റി വീട്ടിൽ വെച്ച്. പ്രയാസമാണ്. എന്ത് ചെയ്യാനാ, പണിയെടുക്കാൻ പറ്റുന്നില്ല. മഴയാണ്, ബുദ്ധിമുട്ടുകളെങ്ങനെ. പാലം വേണമെന്ന് കുറെ കാലമായിട്ട് ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണല്ലോ പാലം വേണമെന്നുള്ളത്. കുറച്ചുകൂടി ഉയർത്തി. അതെ. അത് ഈ ടൗണിന് ഈ മഴവെള്ളം ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഉള്ള ഭീഷണി ഈ പാലം ഉയർന്നാൽ മാറും. വിലങ്ങാട് 145 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത്. ചിലരെ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. ബാക്കിയുള്ളവരെ ഈ വിലങ്ങാട് തന്നെയുള്ള പാരീഷിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വന്നാണോ? അതെ, ഇന്നലെ വന്നത്. ഞാനിവിടെ അല്ല, ശരിക്കും ഞാൻ അടിവാരമാണ്. ചേട്ടാ ഇവിടെ റബ്ബർ വെട്ടുന്ന കാരണം ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വെള്ളമായിട്ട് ഇങ്ങോട്ട് മാറ്റിയത്. ആദ്യമായിട്ടാണ് ഇവിടെ വിലങ്ങാട് ഒരു മഴക്കാലത്ത് നിൽക്കുന്നത്? ആദ്യമായിട്ട്. പേടിച്ചോ? പേടിച്ചു പോയായിരുന്നു നല്ലോണം. വെള്ളം ഇന്നലെ പാനോത്ത് ഉരുളുപൊട്ടി എന്ന് പറഞ്ഞ വെള്ളമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ആ മഞ്ഞച്ചില്ലിയിൽ 2 ചിളിയും ഉരുളുപൊട്ടിയില്ലേ, ആ 2 ചില്ലിയുടെ നടുഭാഗത്തുള്ള വീട്ടുകാരാ. മഴ പെയ്താലും പോകാൻ ഒരിടവുമില്ല. ഞങ്ങൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തത് ഇവിടെ ഒരു കോമൺ ഷെൽട്ടർ ഈ പ്രദേശത്ത് അത്യാവശ്യമാണ്. ഇപ്പം ഒരു പ്രദേശത്തിലെ വേറൊരു പ്രദേശത്ത് നിന്ന് ആളുകളെ മഴക്കാലത്ത് മാറ്റേണ്ട ഒരു സാഹചര്യം ഒരു മലയോര മേഖലയായതുകൊണ്ട് സ്ഥിരമായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് 49 കുടുംബങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കുടുംബങ്ങളെ ഇവിടെ സർക്കാർ സഹായത്തോടു കൂടി മാറ്റി താമസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറേ കുടുംബങ്ങൾ കൂടി ഈ ഭാഗങ്ങളിൽ ബാക്കിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് അതും കൂടി പരിഹരിക്കുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലും നിർദ്ദേശങ്ങളെല്ലാം പോയിട്ടുണ്ട്. വയനാടൻ കാടുകളിൽ മഴ പെയ്താൽ വാണിമേൽ പഞ്ചായത്തിൽ കൂടി ഒഴുകുന്ന മാഹിപ്പുഴയുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരാറുണ്ട്. ഇന്നലെ ഉരുള് പൊട്ടിയിട്ടില്ല. ഇന്നലെ മലയിൽ ഇന്നലെ നല്ല ഈ വിലങ്ങാട് പിന്നെ പുഴയിൽ ഈ ഇതുണ്ടായിരുന്നു, നല്ല കലക്ക് വെള്ളം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ മരങ്ങളും മറ്റൊക്കെ ഒഴുകി വന്നിട്ട് നാശനഷ്ടമൊന്നും ഇന്നലെ ഇന്നുമായിട്ട് സംഭവിച്ചില്ല. നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ ജനങ്ങൾ ഇവിടെ ഭയങ്കര ഭീതിയിലാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ സഹായിക്കാൻ. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഇപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ ആവേണ്ടി വരുന്നുണ്ടല്ലേ? അയ്യോ, അല്ലാതെ കഷ്ടപ്പെടുന്നു. ഞങ്ങൾ മലയങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ള. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഒരു പാലം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉരുളില് പോയി. ഇപ്രാവശ്യം അത് വല്ലാണ്ട് വന്ന് വെള്ളം തട്ടി ഇങ്ങനെ പാലം പിന്നെ ഒന്നും ആക്കിയിട്ടില്ല. ഭയങ്കര വിഷമമാവും അതിലൂടെ കടന്നു പോരാൻ. വണ്ടിയൊക്കെ വണ്ടി തിരിക്കാൻ പോലും ഇടയില്ലാത്ത പാലാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിലൂടെ ആ പാലത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഒരു മാർഗവും വഴിയില്ല. വീടിന്റെ 4 വശം വെള്ളമാണ്. പുറത്തോട്ട് ഞങ്ങൾക്ക് ഇറങ്ങത്തില്ല. ഏലിപ്പെട്ടി കിടക്കുന്ന പോലെ ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഇതിന് എന്താ സർക്കാർ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഇതാണ് അവസ്ഥ വിലങ്ങാട്ടെ. ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് കാര്യങ്ങൾ. നിഖിൽ ജോസഫിനൊപ്പം വിലങ്ങാട്ട് നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.